ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് എന്നത്തെയും പോലത്തെ ഒരു വീഡിയോ അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഒരു മോർണിംഗ് വ്ളോഗ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേനും ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കുന്നത്. ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാറുമാണ്. അപ്പോൾ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കണ്ടപ്പോൾ തന്നെ നമുക്ക് രാവിലെ മോർണിംഗ് ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് വൈബ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ മിനി വ്ളോഗ് അല്ലെങ്കിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ പോലെ അല്ലെങ്കിൽ മോർണിംഗ് വ്ളോഗ് പോലെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മൂത്ത മോള് സാറ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് ഹാളിലിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കിച്ചണിൽ ഇഡ്ഡലി റെഡിയാക്കി, സാമ്പാർ റെഡിയാക്കി, ചായ വെച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇക്കായി ഓഫീസിൽ പോകാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓഫീസിൽ പോകാനായിട്ട് റെഡിയായി ഇക്കായും ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ രാവിലത്തെ ഇത്രയൊക്കെ ഉള്ളൂ. രാവിലത്തെ പരിപാടികളെന്ന് പറയുന്നത് ഇളയ മക്കൾ രണ്ടും നല്ല ഉറക്കമാണ്. അപ്പോൾ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കിച്ചണിലെ തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ടേബിളിലേക്ക് കൊണ്ടുവച്ചു. രാവിലെ നല്ല അടിപൊളിയായിട്ടുള്ള ഇഡലി, അതുപോലെ തന്നെ എൻ്റെ സാമ്പാർ. അപ്പം എനിക്ക് ഇഡലി സാമ്പാർ, ദോശ സാമ്പാർ എന്നൊക്കെയുള്ള ദിവസങ്ങളിൽ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ദിവസത്തിൻ്റെ തുടക്കം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള, നമ്മുടെ ഇഷ്ടപ്പെട്ട, അതായത് ഭക്ഷണ സ്നേഹികൾക്ക്, ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നവർക്ക് രാവിലെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടുക എന്ന് പറയുന്നത് ആ ദിവസം തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. പിന്നെ ചായയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല അടിപൊളിയായിട്ട് ഏലക്കയൊക്കെ ഇട്ട് പതപ്പിച്ച് നല്ല സ്ട്രോങ് ചായ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു 2-3 ഇഡ്ഡലി ഞാൻ എടുക്കുകയാണ്. അപ്പോൾ സാമ്പാർ എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് കൂടുതൽ മുരിങ്ങയ്ക്കായും അതുപോലെ തന്നെ വെണ്ടയ്ക്കായും വഴുതനങ്ങായും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സാമ്പാറാണ്. കുറച്ച് പൊട്ടറ്റോയും കുറച്ച് ക്യാരറ്റ്സും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള നമ്മുടെ കുറച്ച് ഫേവറേറ്റ് വെജിറ്റബിൾസ് മാത്രം ചേർത്തിട്ട്, പിന്നെ പരിപ്പെന്ന് പറയുന്നത് ഒരൊറ്റ വിസിലാണ് കേൾപ്പിച്ചത്. കാരണം പരിപ്പ് അത്യാവശ്യം നന്നായിട്ട് കടിക്കാൻ കിട്ടണം. ആ ഒരു ടൈപ്പ് ഓഫ് സാമ്പാറാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കുക്കർ ഈസി തട്ടിക്കൂട്ട് സാമ്പാറാണ്. കാരണം ഇത്രയും രാവിലെ ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് ഒരു 8:30 ആയിട്ടുള്ളൂ. അപ്പോൾ രാവിലെ സാധാരണ ഞാൻ വോട്ട് ഈറ്റിനിടെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുക്കാറ്. പക്ഷേ ഇന്ന് ഒരു മോർണിംഗ് വ്ളോഗ് അല്ല, ഒരു മിനി വ്ളോഗ്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് മിനി വ്ളോഗ് ചെയ്യാനായിട്ട് ഒരാഗ്രഹം തോന്നി. എനിക്ക് കഴിക്കാനുള്ള ഒരു 3 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് വിശേഷങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല, ഞാൻ ഒരുപാട് വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 3 ഇഡ്ഡലിയും അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് കൂടുതൽ സാമ്പാറും, പിന്നെ ചായ, സ്ട്രോങ് ആയിട്ടുള്ള ഏലക്കയുടെ ഫ്ലേവറൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറയാം. കഴിക്കുകയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നല്ല കായവും അതുപോലെ തന്നെ നല്ല കടുകും അതുപോലെ തന്നെ നല്ല ഉള്ളിയിലും ഗാർലിക്കിലും ഒക്കെ താളിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ വയറിനും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചെറിയ മിനി വ്ളോഗ്, മോർണിംഗ് മിനി വ്ളോഗാണ്. എന്നത്തതിലും ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നി. ഞാൻ ഇതുപോലെ ലഞ്ച് മിനി വ്ളോഗുകൾ ഇട്ടിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മിനി വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അപ്പോൾ ഞാൻ നല്ല ആസ്വദിച്ച് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഞാനപ്പോൾ ഫോണും ക്യാമറയൊക്കെ മാറ്റുവാണ്. അപ്പോൾ ഇനിയും എനിക്ക് പറ്റുന്നത് പോലെ രാവിലത്തെ ഇതുപോലത്തെ മിനി വ്ളോഗുകളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.